ഇന്ന് ഉണ്ണിത്തണ്ട് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പോകും കേട്ടോ. ഉണ്ണിത്തണ്ട് ഞാൻ 3 കഷ്ണം എടുത്തിട്ടുള്ളൂ. ചെറുതാക്കി മുറിക്കാൻ പോകുന്നു. അത് ഇങ്ങനെ വട്ടത്തിലല്ല ഇതിനകത്ത് ഇങ്ങനെ ഇതുപോലെ ഞാൻ ചെറുതാക്കി അരിഞ്ഞു കേട്ടോ. പയറ് ഞാൻ കഴുകി വെച്ചാണ്. പയറ് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. കൂടുതലായി ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ അധികം ഉണ്ണിത്തണ്ടും ഇല്ലല്ലോ, കുറച്ചതും കുറവ് തന്നെയല്ലേ. ഉണ്ണിത്തണ്ട് മുറിച്ചത് ഞാൻ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അടച്ചിട്ട് പിന്നെ ഗ്യാസിന്മേൽ വയ്ക്കാൻ പോവാണ്. ഒരു 5-6 വിസിൽ വന്നാൽ അത് വെന്തിട്ടും. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. കഴിഞ്ഞിട്ടാണ് ചെറുതാക്കി അരിഞ്ഞ് ഞാൻ നല്ല ചെറുതാക്കി തന്നെ അരിഞ്ഞത്. ഇനി ഇതിലത്തെ ആ നൂലെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പപ്പട പോലെ ഇതിൻ്റെ പട്ടുമ്മ നൂല്, അധികം നൂലില്ല ഇത്. ഇത് നമുക്ക് കൈ കൊണ്ട് അങ്ങനെ എടുത്തിട്ട് കൊടുക്കാം. ഇതേമാതിരി എല്ലതും കൊണ്ട് എടുത്തതിനില്ല, ഇത് കുറവാണ് നൂല്. ചിലതിന് നല്ല നൂലുണ്ടാവും, അപ്പോൾ ഇതിലധികം ഇല്ല. ഞാൻ വലിയ പയറാണ് എടുക്കുന്നത്. പയറും ഇതും കൂടി കുക്കറിൽ വെക്കാൻ പോവുകയാണ്, മുറുക്കിയതും കൂടി. മുതര ചെറുപയർ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ വലിയ പയർ ഇട്ടിട്ടാണ് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. നല്ല വെന്ത് ഉണ്ണിത്തണ്ട് പയറും കൂടി. ഇനി ഇത് വറവിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, നല്ല ചൂടായിട്ട് കറിയിട്ട് കടുക് നല്ല പൊരിഞ്ഞ് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉണക്കമുളകും 3 ഉണക്കമുളക് കുത്തി ചതച്ച് വെച്ചാൽ അത് വലിയ തേക്കില്ലേ. ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടായിരുന്നു, അത് ഇതിലിട്ട് കൊടുക്കണം. ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വാടി വരണം, അങ്ങനെ നടത്തി കൊടുക്കും. വെള്ളുള്ളി ഒരു 3 ഇല്ലി ഞാൻ ചതച്ച് വെച്ചാൽ, ഒരു പച്ചമുളക്, ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ആദ്യം ഞാൻ ഉപ്പേരി വേവിച്ചത് ഇതിലേക്ക് കൊടുക്കും. ഉപ്പേരി റെഡി ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.